കുറച്ചിങ്ങോട്ട് മാറി തുടങ്ങിക്കോ. വനാതിർത്തിയോട് ചേർന്നുള്ള മറ്റത്തങ്കടവിലാണ്. യെസ് മാം. ഒന്ന് വരാമോ? ഒരു മിനിറ്റ്. എന്താ മാം? എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്, നിങ്ങൾ ഈ ന്യൂസ് റിപ്പോർട്ട് ചെയ്യരുത്. എന്തു പറ്റി? നമ്മുടെ ഇടയിൽ ഒരു കൊലയാളിയുണ്ട്. ഇത് അയാളുടെ പണിയാണോന്ന സംശയം. ബോഡി കണ്ടെത്തിയ വിവരം പുറത്തു വന്ന കൊലയാളി അലർട്ടാവും, രക്ഷപ്പെടുകയും ചെയ്യും. അതുകൊണ്ടാ മാം അത് നിങ്ങൾ സഹകരിക്കണം. ഒരാഴ്ചത്തേക്ക് മതി, അത് കഴിഞ്ഞ് ന്യൂസ് പുറത്തു വിട്ടോളൂ. പറഞ്ഞത് മാഡ് ആയതുകൊണ്ട് ചെയ്യാം. താങ്ക് യു, ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. പാക്കപ്പ്. ഹലോ ഡോക്ടർ, ആ ബോഡി ഐഡന്റിഫൈ ചെയ്തോ? യെസ്, അത് കാണാതായ കിരൺ തന്നെ. ഡോക്ടർ, റിപ്പോർട്ട് എപ്പോൾ തരും? പ്രിലിമിനറി റിപ്പോർട്ട് വേഗം തരാം. ഫൈനൽ റിപ്പോർട്ട് കുറച്ച് ദിവസം എടുക്കും. ചാക്കിനുള്ളിൽ നിന്ന് ഒരു കത്തി കിട്ടിയോ? യെസ്. ഒരു കറുത്ത പിടിയുള്ള കത്തിയാണോ? അതെ. കത്തിയുടെ കൂടെ രക്തം പുരണ്ട ഒരു തുണി ഉണ്ടായിരുന്നോ? ഉണ്ട്, കട്ടിയുള്ള ഒരു ടവൽ. ചാക്കിനുള്ളിൽ നിന്ന് ഒരു ലാപ്ടോപ്പ് കിട്ടിയോ? ഇല്ലല്ലോ. താങ്ക് യു ഡോക്ടർ. കണ്ടോ, കാണാതെ പോയ ലാപ്ടോപ്പ് അയാളുടെ വീട്ടിലില്ല, ഓഫീസിലില്ല, ബോഡിയുടെ കൂടെയുമില്ല. വേറൊരു സാധനം മോഷണം പോയിട്ടുമില്ല. അതിനൊറ്റ വിശദീകരണമേ ഉള്ളൂ, ലാപ്ടോപ്പ് കൊണ്ടുപോയത് ആ കൊലയാളി തന്നെയാണ്. കൊല നടക്കാൻ കാരണമായ എന്തെങ്കിലും വിവരം ആ ലാപ്ടോപ്പിലുണ്ടാവും, തീർച്ച. ഒരാൾക്കും അയാൾ അറിയാതെ ഇത്ര വലിയ ശത്രു ഉണ്ടാവില്ല. നമുക്ക് ആ വഴിക്ക് തന്നെ അന്വേഷിക്കാം. കിരണിനെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല സാർ, ഇതുവരെ വിളിച്ചിട്ടില്ല. അയാളുടെ ഫോണിൽ നിന്ന് ഇങ്ങോട്ട് ആരെങ്കിലും വിളിച്ചോ? ഇല്ല, എപ്പോ വിളിച്ചാലും ഫോൺ സ്വിച്ച് ഓഫാ. അയാൾക്ക് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ? എന്റെ അറിവിലില്ല. ഒന്ന് ഓർത്ത് നോക്കിയേ, ഏതു മനുഷ്യനും ഉണ്ടാവില്ലേ ഒരു ശത്രു? ഞാൻ ഇവിടെ വെച്ച് മാത്രമേ അദ്ദേഹത്തെ കാണാറുള്ളൂ. ഇവിടെ വരുന്ന എല്ലാവരോടും വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള പെരുമാറ്റം. സ്ത്രീകളോടും വളരെ ഫ്രണ്ട്ലി ആയിരുന്നോ? അതെ മാഡം. അതിലാരോടെങ്കിലും പ്രത്യേകിച്ച് ഒരു അടുപ്പം ഉണ്ടായിരുന്നോ? അതറിയില്ല, പക്ഷെ എല്ലാ സ്ത്രീകൾക്കും അദ്ദേഹത്തെ ഇഷ്ടമായിരുന്നു. അതെന്താ? കാണാൻ നല്ല ഹാൻസമാ, പിന്നെ നല്ല പെരുമാറ്റം. ഇവിടുത്തെ എല്ലാ കസ്റ്റമേഴ്സിന്റെയും ഫോൺ നമ്പറും അഡ്രസ്സും ഇല്ലേ? ഉണ്ട് മാഡം. അതിന്റെ ഒരു കോപ്പി വേണമല്ലോ. തരാം. കഴിഞ്ഞ ഒരു മാസത്തിനിടയ്ക്ക് സംശയകരമായ രീതിയിൽ ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടില്ല. സംശയകരമായ ഒരു ഫോൺ കോൾ? ഇല്ല സർ. ഇവിടെ സാധാരണ വന്നുകൊണ്ടിരുന്ന ആരെങ്കിലും ഇപ്പോൾ വരാതിരിക്കുന്നുണ്ടോ? ഇല്ല സർ, എല്ലാരും തന്നെ വരുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ എന്നെ അറിയിക്കണം. അറിയിക്കാം സർ. കേട്ടിടത്തോളം ഇയാൾക്ക് ഒരുപാട് സ്ത്രീ സുഹൃത്തുക്കളുണ്ട്. അതിലേതെങ്കിലും ഒരു ബന്ധം അതിരുവിട്ടതാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ ആ സ്ത്രീയുടെ ഭർത്താവോ സഹോദരനോ അച്ഛനോ ആയിരിക്കും ഈ കൊല നടത്തിയത്. കിരണിന്റെ ഫോൺ റെക്കോർഡ്സ് പരിശോധിച്ചു. സാറ് പറഞ്ഞത് ശരിയാണ്, വിളി കൂടുതലും സ്ത്രീകളുമായിട്ടാണ്. അവർ തിരിച്ചും വിളിക്കാറുണ്ട്, പക്ഷെ അതിലൊരു നമ്പർ മാത്രം ഡിഫറെൻ്റ് ആണ്. ആ നമ്പറിൽ നിന്ന് ആദ്യത്തെ കോൾ വരുന്നത് കിരൺ കാണാതാവുന്നതിന് ഒരാഴ്ച മുമ്പാണ്. കിരൺ തിരിച്ചും വിളിച്ചിട്ടുണ്ട്. അതൊന്ന് അന്വേഷിക്കണ്ടേ? അന്വേഷിക്കണം. ഞാൻ പറഞ്ഞിട്ടില്ലേ, കുന്തം പോയ കുടത്തിലും തിരയണം. ആ നമ്പർ ട്രേസ് ചെയ്തോ? അതൊരു ശ്രുതി ജോൺ സാമുവൽ, നമ്മുടെ സാമുവൽ ഗ്രൂപ്പിന്റെ ഓണറിന്റെ മോള്. എന്ന് വെച്ചാൽ ഡോക്ടർ അരുണിന്റെ ഭാര്യ? അത് തന്നെ. ഡോക്ടറിന്റെ ഭാര്യയ്ക്ക് ഇയാളുമായിട്ട് എന്താ ഇടപാട്? നമുക്കത് അവരോട് തന്നെ ചോദിക്കാം. ശ്രുതി സാമുവൽ? അതെ. ഞാൻ മീര മോഹൻദാസ്, ASP. ഇത് SP നന്ദകുമാർ. ഹലോ സർ. ഞങ്ങൾക്ക് ഭർത്താവിനെ അറിയാം, ഇദ്ദേഹത്തിന് ശ്രുതിയുടെ ഫാദറിനെ. ഞങ്ങൾ വന്നത് ഒരു വിവരം അറിയാനാ. ഒരു കിരണിനെ അറിയോ? ഒരു ഫിറ്റ്നസ് സെന്റർ നടത്തുന്ന? അറിയാം. എങ്ങനെ അറിയാം? എൻ്റെ കൂടെ കോളേജിൽ പഠിച്ചതാ. ഈ അടുത്തെങ്ങാനും നിങ്ങൾ തമ്മിൽ കണ്ടിരുന്നോ? ഒരു ദിവസം ടൗണിൽ വെച്ച് കണ്ടിരുന്നു. എന്നായിരുന്നു അത്? ഒരു 2 ആഴ്ചക്ക് മുന്നേ. എവിടെ വെച്ച്? സെന്റ് മേരീസ് സ്കൂളിന്റെ അടുത്ത് വെച്ച്. എത്ര മണിക്ക്? രാവിലെ ഒരു 11 മണിയൊക്കെ ആയപ്പോ. പിന്നീട് അയാളെ ഫോണിൽ വിളിച്ചോ? ഇല്ല. പ്ലീസ് കം. ആദ്യം നിങ്ങൾ അയാളെ വിളിക്കുകയായിരുന്നോ അതോ അയാൾ നിങ്ങളെ വിളിക്കുകയായിരുന്നോ? ഞാൻ അങ്ങോട്ട് വിളിക്കുമായിരുന്നു. എന്താണ് സംസാരിച്ചത്? കോളേജിലെ പഴയ കാര്യങ്ങളൊക്കെ. എത്ര തവണ വിളിച്ചു? കൃത്യമായിട്ട് ഓർമ്മയില്ല, ഒരു 5-6 പ്രാവശ്യം. ഏറ്റവും ഒടുവിൽ എന്നാ സംസാരിച്ചു? അതാ ഫോണിൽ നോക്കി അറിയാലോ. വേണ്ട, 13-ാം തീയതി ബുധനാഴ്ച. ആ സമയത്ത് അയാൾ എവിടെയെങ്കിലും പോകുന്നതായി പറഞ്ഞിരുന്നോ? ഇല്ല. എന്താ സർ? കഴിഞ്ഞ 18-ാം തീയതിക്ക് ശേഷം അയാളെ കാണാനില്ല. ഹീസ് മിസ്സിംഗ്. നിങ്ങൾ ഫ്രണ്ട്സിനോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ എന്നറിയാനാ ഞങ്ങൾ വന്നത്.
നോ സർ. അയാൾ ഇനി വിളിച്ചാൽ ഞങ്ങളെ അറിയിക്കണം. ആ അറിയിക്കാം സർ. നിങ്ങൾ അയാളെ കണ്ട കാര്യം നിങ്ങളുടെ ഭർത്താവിന് അറിയൂ? നോ. അതെന്താ പറയാഞ്ഞേ? ഒരു ക്ലാസ്മേറ്റിനോട് സംസാരിച്ചത് പ്രത്യേകിച്ച് എന്ത് പറയാനാ? സൗഹൃദത്തിൽ കൂടുതലായ ഒരു ബന്ധം നിങ്ങൾ തമ്മിലുണ്ടായിരുന്നു? ഇല്ല സർ. ഈ കിരണിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ? നോ. ഇതെൻ്റെ വിസിറ്റിംഗ് കാർഡ്. ഒന്നുകൂടി ആലോചിച്ച് നോക്കുമ്പോൾ കൂടുതൽ എന്തെങ്കിലും പറയണമെന്ന് തോന്നിയാൽ എന്നെ വിളിക്കാൻ മടിക്കണ്ട. എന്തു തോന്നുന്നു? ശ്രുതി പറഞ്ഞതൊക്കെ സത്യമായിട്ടാ എനിക്ക് തോന്നിയേ. എനിക്കും അങ്ങനെയാ തോന്നിയത്. പക്ഷെ അവളുടെ മുഖത്ത് വല്ലാത്തൊരു പരിഭ്രമം ഉണ്ടായിരുന്നു. അത് ഞാനും ശ്രദ്ധിച്ചു. 2 പോലീസുകാർ അന്വേഷിച്ച് ചെന്നാൽ ആരായാലും പരിഭ്രമിക്കില്ലേ? എന്നാലും നമ്മൾ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ആര് പറയുന്നതും കണ്ണടച്ച് വിശ്വസിക്കരുത്. ശ്രുതി പറയുന്നതൊക്കെ സത്യമാണോ എന്ന് അന്വേഷിച്ച് ഉറപ്പുവരുത്തണം. റോണിഷയല്ലേ? അതെ. ഞാനാ വിളിച്ചേ. ഓ ഇരിക്കൂ. നോ താങ്ക്സ്. ഇത് ഫിനാൻസ് കമ്പനിയല്ലേ? അതെ, ഞാനിവിടുത്തെ അഡ്മിനിസ്ട്രേറ്ററാ. ഗുഡ്. ഞാൻ മീര മോഹൻദാസ്, ASP. ഇദ്ദേഹം SP നന്ദകുമാർ. ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞില്ലല്ലോ പോലീസാണെന്ന്. പേടിക്കണ്ട, ഞങ്ങൾ വന്ന ഒരു വിവരം അറിയാനാ. നിങ്ങളൊരു ക്ലാസ്മേറ്റ് ഇല്ലേ, ഒരു കിരൺ? ഓ കഴിഞ്ഞ 2 ആഴ്ച അയാളെ കാണാനില്ല. നിങ്ങൾ ഫ്രണ്ട്സിന് എന്തെങ്കിലും അറിയാമോന്ന് അറിയാനാ ഞങ്ങൾ വന്നേ. കോഴ്സ് കഴിഞ്ഞ് പിന്നെ ഞാനവനെ കണ്ടിട്ടില്ല. അവൻ ആളെങ്ങനെയാ? അവൻ കോളേജിൽ സ്റ്റാർ ആയിരുന്നു, വെരി ഹാൻസം. പെൺപിള്ളേർക്കൊക്കെ ഭയങ്കര ക്രേസ് ആയിരുന്നു. അയാൾക്കപ്പോൾ ഒരുപാട് ഗേൾ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കുമല്ലോ? ഉണ്ടായിരുന്നു, പക്ഷെ ഞാനോ കൂട്ടത്തില്ല കേട്ടോ. അതെന്താ? അയാളുടെ പെരുമാറ്റം നല്ലതാണേലും സ്വഭാവം നന്നായിട്ട് തോന്നിയില്ല. എന്ന് വെച്ചാ? ആരോടും ആത്മാർത്ഥതയില്ല. അടുക്കുന്നവരെല്ലാം ഏതെങ്കിലും രീതിയിൽ മുതലെടുക്കും. ഏതോ ഗേൾ ഫ്രണ്ടിനെയും കൊണ്ട് അയാൾ നാട് വിട്ടെന്ന് കേട്ടല്ലോ. അതിനുള്ള സെൻസിറ്റിവിറ്റി എന്തായാലും അവനില്ല. അയാൾക്ക് അടുപ്പമുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നില്ലേ, ഒരു ശ്രുതി സാമുവൽ? അവളോട് ഭയങ്കര സിൻസിയർ ആയിരുന്നില്ലേ? ഞങ്ങൾ അങ്ങനെയാ കേട്ടത്. അങ്ങനെയാ ശ്രുതിയും വിചാരിച്ചേ. പക്ഷെ അവസാനം അവൾക്ക് കാര്യം മനസ്സിലായി. അന്നേരം അവള് വഴക്കിട്ട് പിരിഞ്ഞേ. എന്തായിരുന്നു കാരണം? അതറിയില്ല. സ്റ്റഡി ലീവിന്റെ സമയത്തായിരുന്നു അത്. അതുവരെ വലിയ അടുപ്പമായിരുന്നു. അവര് ശരിക്കും ലവേഴ്സ് ആയിരുന്നു. കോളേജിൽ എല്ലാവർക്കും അറിയുന്ന കാര്യാ. ഈ ശ്രുതി ആളെങ്ങനെയാ? അവള് നല്ല കുട്ടിയാ. എന്ത് വലിയ പണക്കാരന്റെ മോളാ. അതിന്റെ ഒരു അഹങ്കാരവും ഇല്ല. അതേ പിന്നെ നിങ്ങൾ ശ്രുതിയോട് സംസാരിച്ചിട്ടില്ല? പിന്നെ എക്സാം അല്ലായിരുന്നോ? കോഴ്സ് കഴിഞ്ഞപ്പോ തന്നെ അവളൊരു ഡോക്ടറിനെ കല്യാണം കഴിച്ചു. കല്യാണത്തിന് പോയിരുന്നോ? ഓ കല്യാണത്തിന് കിരൺ വന്നിരുന്നോ? ഇല്ല, ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് അവനെ മാത്രം കല്യാണത്തിന് വിളിക്കാതിരുന്നേ. അവന്റെ പേര് കേൾക്കുന്നത് പോലും അവൾക്ക് വെറുപ്പായിരുന്നു. ശരി, കിരണിനെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയാ ഞങ്ങളെ അറിയിക്കണം. തീർച്ചയായും. ശരി. ശ്രുതി നമ്മളോട് നുണ പറഞ്ഞല്ലോ. അതിലിപ്പോ എന്താ കുഴപ്പം? കല്യാണം കഴിഞ്ഞ പെണ്ണല്ലേ. പഴയ കാമുവിനെ കുറിച്ച് ചോദിച്ചാ വെറും സുഹൃത്തുന്നല്ലേ ആരായാലും പറയും. അങ്ങനെയാണെങ്കിൽ വിവാഹം കഴിഞ്ഞ 6 മാസത്തിന് ശേഷം അയാളെ എന്തിന് നേരിട്ട് ഫോണിൽ വിളിച്ചു? പിറ്റേ ദിവസം എന്തിന് നേരിട്ട് കണ്ടു? എന്തുകൊണ്ട് ഇതെല്ലാം ഡോക്ടറിൽ നിന്ന് മറച്ചു വെച്ചു? അങ്ങനെ നോക്കിയാ അവര് തമ്മിൽ ഇപ്പോഴും എന്തോ ബന്ധമുണ്ട്. പല പെണ്ണുങ്ങളും പഴയ കാമുവിനെ മറക്കാറില്ലല്ലോ. ആ ബന്ധം അതിരുവിട്ടതാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ കിരണിനെ കൊല്ലാൻ കാരണമുള്ള ഒരാളാവും ഡോക്ടർ. കറക്റ്റ്. പക്ഷെ അയാൾ അങ്ങനെ ചെയ്യൂ? കണ്ടിടത്തോളം അയാൾ അത്ര ഒരാളല്ല. അങ്ങനെ തീർത്തു പറയുകയും വേണ്ട. ചീത്ത മനുഷ്യരല്ല എല്ലാ കൊലപാതകങ്ങളും ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവരെല്ലാം സസ്പെക്ട്സാണ്. നിരപരാധിയാണെന്ന് ഉറപ്പ് വരുത്തും വരെ ഒരാളെയും നമ്മുടെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കരുത്. ശ്രുതിയും കിരണും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ടെങ്കിൽ ആ ബന്ധം ഡോക്ടർക്ക് അറിയാമായിരുന്നു. ഇതൊക്കെയാണ് നമുക്കറിയേണ്ടത്. നമ്മുടെ ടീമിനെ വിളിക്കും. ഡോക്ടറുടെയും ഭാര്യയുടെയും എല്ലാ ഫോൺ റെക്കോർഡ്സും ചെക്ക് ചെയ്യാൻ പറയും. ഡോക്ടർ ഏതൊക്കെ സമയത്ത് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയണം. ഹോസ്പിറ്റൽ റെക്കോർഡ്സും ചെക്ക് ചെയ്യണം. സർ, പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രിലിമിനറി റിപ്പോർട്ട് വന്നു. സർജന്റെ അഭിപ്രായത്തിൽ രാത്രി 10 മണിക്കും 2 മണിക്കും ഇടയ്ക്കായിട്ടാണ് മരണം നടന്നിരിക്കുന്നത്. ആ സമയത്ത് ഡോക്ടർ എവിടെയായിരുന്നു എന്ന് നമുക്കറിയണം. അത് അന്വേഷിച്ചോ? ഓ സർ, കൊല നടന്ന ദിവസം, അതായത് 18-ാം തീയതി തിങ്കളാഴ്ച വൈകിട്ട് 5 മണി മുതൽ പിറ്റേന്ന് രാവിലെ 8 മണി വരെ ഡോക്ടർ ആശുപത്രിയിൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നില്ല. അത് ഞാൻ കൺഫേം ചെയ്തു. ഡ്യൂട്ടി കഴിഞ്ഞാൽ പിന്നെ ഡോക്ടർ പോകാൻ സാധ്യതയുള്ള റൈഫിൾ ക്ലബ്ബിലാണ്. അന്നേ ദിവസം ഡോക്ടർ അവിടെയും ചെന്നിട്ടില്ല. അത് മാത്രമല്ല സർ, അദ്ദേഹം ബാസ്കറ്റ്ബോൾ കളിക്കാനും ചെന്നിട്ടില്ല. ലെറ്റ്സ് ഹാവ് എ കോഫി. ഓക്കെ. ഫോണിന്റെ ടവർ ലൊക്കേഷൻ നോക്കിയോ? അന്ന് രാത്രി 8 മണി മുതൽ പിറ്റേന്ന് രാവിലെ 6 മണി വരെ ഡോക്ടറുടെ സെൽഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു.
അതുകൊണ്ട് ടവർ ലൊക്കേഷൻ അറിയാൻ പറ്റില്ല. സർ, ധാരാളം രോഗികളുള്ള ഒരു ഡോക്ടർ ഇത്രയും സമയം സെൽഫോൺ അങ്ങനെ ഓഫാക്കി വെക്കൂ? അത് തന്നെ സംശയകരമല്ലേ? ദാറ്റ്സ് റൈറ്റ്. അത് മാത്രമല്ല, കഴിഞ്ഞ മാസം ഒരൊറ്റ ലീവ് പോലും എടുക്കാത്ത ആളാണ് ഡോക്ടർ അരുൺ. പക്ഷെ ഭാര്യ കാമുകനെ കാണാൻ പോയ ദിവസം കൃത്യമായി ഡോക്ടർ ലീവ് എടുത്തു. അത് ഭാര്യയ്ക്ക് അറിയാമായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. താങ്ക്സ്. എനിക്ക് തോന്നുന്നത് ഡോക്ടറുടെ ഭാര്യ ഒന്നുകൂടെ ചോദ്യം ചെയ്യണം. യെസ്. സോറി, ഒരു കാര്യം കൂടി അറിയാനുണ്ടായിരുന്നു. കഴിഞ്ഞ 15-ാം തീയതിയും 16-ാം തീയതിയും ഡോക്ടർ ലീവ് എടുത്തിരുന്നോ? ഓ, എന്തിനായിരുന്നു? ചെന്നൈക്ക് പോവാൻ. ഡോക്ടർ എന്തിനാ ചെന്നൈക്ക് പോയത്? അവിടെ US കോൺസുലേറ്റിൽ പോയത്. ഡോക്ടറിന് USA പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കണമെന്ന താല്പര്യം. സ്കോളർഷിപ്പിൻ്റെ ഡോക്യുമെൻറ്റ്സ് കളക്ട് ചെയ്യാൻ പോയതാ. കഴിഞ്ഞ 18-ാം തീയതി രാത്രി നിങ്ങളുടെ ഭർത്താവ് എവിടെയായിരുന്നു? അതായത് ചെന്നൈയിൽ നിന്ന് തിരിച്ചു വന്നതിൻ്റെ പിറ്റേ ദിവസം രാത്രി. ആലോചിച്ച് പറഞ്ഞാൽ മതി. അന്ന് വൈകുന്നേരം പതിവ് പോലെ ബാസ്കറ്റ് ബോൾ കളിക്കാൻ പോയിരുന്നു. പിന്നീട് ഫ്രണ്ട്സിനെ കാണാൻ പോകുന്നാ പറഞ്ഞത്. ഏത് ഫ്രണ്ട്സ്? അത് ചോദിച്ചില്ല. എന്നിട്ട് എപ്പോഴാ തിരിച്ചു വന്നേ? അതറിയില്ല, ഞാൻ ഉറങ്ങിയിരുന്നു. അപ്പോൾ ഡോർ ആരാ തുറന്നു കൊടുത്തേ? ഒരു കീ എപ്പോഴും ഡോക്ടറിൻ്റെ കയ്യിലുണ്ടാവും. നിങ്ങൾ കിരണിനെ കാണാൻ പോയ ദിവസം ഡോക്ടർ ലീവ് ആയിരുന്നില്ലേ? അല്ല, ജോലിക്ക് പോയിരുന്നു. ഉറപ്പാണോ? അതെ. ശരി. ഓക്കെ. ഭാര്യ കാമുകനെ കാണാൻ പോയ അതേ ദിവസം ഡോക്ടർ ലീവ് എടുത്തിരുന്നു. പക്ഷെ ആ കാര്യം ഭാര്യയോട് പറഞ്ഞിട്ടുമില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ഭാര്യയുടെ അഫെയറിനെ പറ്റി ഡോക്ടർക്ക് അറിയാമായിരുന്നു എന്നല്ലേ? അതുപോലെ കൊല നടന്ന ദിവസം ഡോക്ടർ എവിടെയായിരുന്നെന്ന് ആർക്കും അറിയില്ല. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഡോക്ടറെ ഈ കേസിൽ സംശയിച്ചേ പറ്റൂ. മാത്രമല്ല, കൊലയാളിയെക്കുറിച്ച് നമ്മൾ തയ്യാറാക്കിയ ക്യാരക്ടർ പ്രൊഫൈൽ ഓരോന്നായി ഒത്തുവന്നുകൊണ്ടിരിക്കുക. ശവശരീരങ്ങളുമായി ഇടപഴകാൻ ഒട്ടും മടിയില്ലാത്ത ആൾ, ഫോറൻസിക് സയൻസിൽ നല്ല അറിവ്, സമൂഹത്തിൽ ഉന്നത സ്ഥാനം. അങ്ങനെ വരുമ്പോൾ ഡോക്ടറെ തീർച്ചയായും സംശയിക്കാം. പക്ഷെ അവിടെയും ഒരു പ്രശ്നമുണ്ട്. കിരൺ നല്ല കരുത്തനായിരുന്നു. കത്തി ഉപയോഗിച്ചാണ് കൊല നടത്തിയെങ്കിൽ കൊലയാളിയും നല്ല കരുത്തനായിരിക്കണം. പക്ഷെ ഇവിടെ നമ്മുടെ ഡോക്ടർ കിരണിൻ്റെ അത്രയും കരുത്തനല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഡോക്ടർ മറ്റാരെങ്കിലും ഏർപ്പെടുത്തിയിട്ടുണ്ടാവും. അയാളായിരിക്കും യഥാർത്ഥ കൊലയാളി. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് പേയ്മെന്റ് കൊടുത്തിട്ടുണ്ടാവും. നമുക്ക് ഡോക്ടറുടെ ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചാലോ? വേണം. പക്ഷെ അതിനു മുമ്പ് ഡോക്ടർക്ക് എന്താ പറയാനുള്ളതെന്ന് നമുക്കറിയണം. കിരൺ കൊല്ലപ്പെട്ടതായി നമ്മൾ സംശയിക്കുന്ന കാര്യം പോലും ഡോക്ടർ അറിയരുത്. അപ്പോൾ എന്ത് കള്ളക്കാരണം പറഞ്ഞ് നമ്മൾ ഡോക്ടറെ ചോദ്യം ചെയ്യും? അയാളൊരു ഡോക്ടറല്ലേ? അപ്പോൾ ഡോക്ടർ ചികിത്സിച്ച ഒരു രോഗി നമ്മുടെ ഒരു കേസിൽ ഇൻവോൾവ് ആണ്. അതിന്റെ ചില കാര്യങ്ങൾ അറിയാനാ വന്നതെന്ന് പറഞ്ഞാലോ? ഞങ്ങൾ വന്നതൊരു വിവരം അറിയാനാണ്. ഡോക്ടർ ചികിത്സിക്കുന്ന ഒരു രോഗി ഒരു മോഷണ കേസിൽ ഉൾപ്പെട്ടതായി ഞങ്ങൾക്ക് സംശയമുണ്ട്. മോഷണം നടന്നത് കഴിഞ്ഞ 18-ാം തീയതി തിങ്കളാഴ്ച രാത്രി 11 മണിക്കാണ്. പക്ഷെ അയാൾ പറയുന്നത് അയാൾ ആ സമയത്ത് ഡോക്ടറുടെ അടുത്തുണ്ടായിരുന്നു എന്നാണ്. ആരായി രോഗി? അത് ഞാൻ പറയാം. പക്ഷേ രസം അതല്ല. അയാളുടെ മൊഴി ശരിയാണെന്ന് അറിയാൻ ഞങ്ങൾ ഹോസ്പിറ്റലിൽ വിളിച്ചു. ഡോക്ടർക്ക് അപ്പോൾ ഡ്യൂട്ടി ഇല്ലായിരുന്നു എന്നറിഞ്ഞു. പിന്നെ ഭാര്യയെ വിളിച്ചപ്പോൾ ഏതോ സുഹൃത്തിനെ കാണാൻ ഡോക്ടർ അന്ന് പുറത്തേക്ക് പോയി എന്ന് പറഞ്ഞു. ഫോണിൽ വിളിച്ചിട്ട് പിന്നെ കിട്ടിയില്ല എന്നു. അപ്പോൾ പിന്നെ സുഹൃത്തിൻ്റെ വീട്ടിൽ വെച്ചാവും മോഷ്ടാവ് ഡോക്ടറെ കണ്ടത്. ഏത് സുഹൃത്തിൻ്റെ വീട്ടിൽ വെച്ച? ഒരു സുഹൃത്തിനെ കാണാനാണ് ഞാൻ പോയത്. പക്ഷേ ഞാൻ കുറച്ച് മൂഡൗട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വണ്ടിയെടുത്ത് ഒരു ഡ്രൈവിനങ്ങ് ഇറങ്ങി. രാത്രിയിൽ വൈകിയാണ് തിരിച്ചെത്തിയത്. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഡോക്ടർ ആരെങ്കിലും കണ്ടിരുന്നോ? അങ്ങനെ കൃത്യമായിട്ട് ഓർമ്മയില്ല. രാത്രിയല്ലേ. പിന്നെ ആകെ ഓർമ്മയുള്ളത് ഞാൻ റോഡ് സൈഡിൽ നിന്ന് ഒരു ചാക്ക് ജൈവവളം വാങ്ങിയിരുന്നു. ഈ ആക്രി പെറുക്കുന്ന തമിഴന്മാർ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ കാറിൻ്റെ അകത്തേക്ക് സ്മെല്ല് വരാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഞാനത് റോഡ് സൈഡിലേക്ക് കളയുകയും ചെയ്തു. നിങ്ങൾക്ക് എന്തിനാ ജൈവവളം? പൂച്ചെടി വളർത്താൻ. എൻ്റെ വൈഫിൻ്റെ ഹോബിയാണ്. ഞങ്ങളതിന് ഇടയ്ക്കിടയ്ക്ക് ജൈവവളം വാങ്ങാറുമുണ്ട്. നിങ്ങൾ പറഞ്ഞനുസരിച്ചാണെങ്കിൽ അന്ന് 3 മണിക്കൂർ സമയമെങ്കിലും വെറുതെ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആരെങ്കിലും ചെയ്യൂ? അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. അറിയാം. ഇതേ സംശയം സൗത്ത് സ്റ്റേഷനിൽ SIക്കും തോന്നി. അതുകൊണ്ടാണല്ലോ അദ്ദേഹം എന്നെ തടഞ്ഞത്. അങ്ങനെ ഉണ്ടായോ? യെസ്, അവരെന്നെ തടഞ്ഞു, പരിശോധിച്ചു. കാറിൻ്റെ ഡിക്കിൽ ജൈവവളം ഇരിക്കുന്നുണ്ടായിരുന്നു. അതവർ കാണുകയും ചെയ്തു. അന്ന് രാത്രി 8 മണി മുതൽ പിറ്റേന്ന് രാവിലെ 6 മണി വരെ നിങ്ങളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. എന്തിനാ അങ്ങനെ ചെയ്തേ? ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തതല്ല. ചാർജ് ഇരുന്നപ്പോൾ തനിയെ ഓഫ് ആയതാ. ഞാൻ അറിഞ്ഞില്ല. പിന്നെ രാവിലെയാണ് ഞാൻ ചാർജ് ചെയ്തത്. അത് കഷ്ടമായിപ്പോയി.
ഒരു കേസ് തെളിയിക്കാനുള്ള ചാൻസാണ് ഞങ്ങൾക്ക് നഷ്ടമായത്. ഡോക്ടർ പിടിതരുന്നില്ലല്ലോ. അയാളുടെ കോൺഫിഡൻസ് കാണുമ്പോൾ അയാൾ നിരപരാധിയാണോ എന്നാ സംശയം. ഏത് കേസിലും ഒരു വീക്കസ്റ്റ് എലമെന്റ് ഉണ്ടാവും. നമ്മളെപ്പോഴും അവരെ വേണം ടാർഗറ്റ് ചെയ്യാൻ. ഈ കേസിൽ ഡോക്ടറുടെ ഭാര്യയാണ് വീക്കസ്റ്റ് എലമെന്റ്. നമുക്ക് അവരെ തന്നെ ടാർഗറ്റ് ചെയ്യാം. അവരൊന്നും പറയുന്നില്ലെങ്കിലോ? അവർക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ അത് നമുക്കും അറിയാൻ പറ്റണം. അല്ലെങ്കിൽ അത് നമ്മുടെ കഴിവുകേടാണ്. വി വിൽ ഷേക്ക് ഇറ്റ് ഔട്ട്. ഇതൊരു പ്രാക്ടീസായി എടുത്തോളൂ. മീര, യു ആർ ഗോയിങ് ടു ക്വസ്റ്റ്യൻ ഹർ. അത് വേണോ സർ? വേണം. മാഡം എന്താ ഇങ്ങനെ ചോദിക്കുന്നേ? ഉത്തരം പറയൂ. കിരൺ നിങ്ങളുടെ ലവർ ആയിരുന്നില്ലേ? അതെ, പക്ഷേ അതെല്ലാം കോളേജിൽ വെച്ച് അവസാനിപ്പിക്കുകയും ചെയ്തു. വഴക്കിട്ട് പിരിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അയാളെ ഭയങ്കര വെറുപ്പായിരുന്നു അല്ലേ? ഉം, അതുകൊണ്ടല്ലേ അയാളെ മാത്രം കല്യാണത്തിന് വിളിക്കായിരുന്നു? അതെ. അത്രയും വെറുക്കുന്ന അയാളെ നിങ്ങൾ എന്തിനാ അങ്ങോട്ട് ഫോൺ വിളിച്ചേ? പറയേ, എന്തിനാ വിളിച്ചേ? കിരണിനെ വിളിച്ചതിന് ശേഷം അന്ന് തന്നെ ബാങ്കിൽ നിന്ന് 5 ലക്ഷം രൂപ എടുത്തതിന് തെളിവുണ്ട്. എന്തിനായിരുന്നു അത്? എൻ്റെ ഒരു പേഴ്സണൽ ആവശ്യത്തിനായിരുന്നു. വാ, അകത്തോട്ടിരിക്കാം. ബാങ്കിലെ റെക്കോർഡ് അനുസരിച്ച് 2000-ന്റെ 200 നോട്ടും 500-ന്റെ 200 നോട്ടുമാണ് നിങ്ങൾക്ക് തന്നത്. അതായത് 2000-ന്റെ 2 കെട്ടും 500-ന്റെ 2 കെട്ടും. ശരിയല്ലേ? ഉം, അതെ. പിറ്റേന്ന് രാവിലെ 11 മണിക്ക് കിരണിനെ കണ്ട കാര്യം നിങ്ങൾ തന്നെ സമ്മതിച്ചതാണ്. അരമണിക്കൂറിന് ശേഷം കിരണിന്റെ അക്കൗണ്ടിൽ അയാൾ 5 ലക്ഷം രൂപ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. 2000-ന്റെ 200 നോട്ടും 500-ന്റെ 200 നോട്ടും. അത് യാദൃശ്ചികമാണെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾ കൊടുത്ത രൂപ തന്നെയാണ് അയാൾ സ്വന്തം അക്കൗണ്ടിൽ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. അതാർക്കും മനസ്സിലാവും. നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ ഭർത്താവ് അറിയാതെ മറച്ചു വെച്ചത്? ഒരു നല്ല ഭാര്യ ചെയ്യുന്ന കാര്യമാണോ അത്? നിങ്ങൾ അയാളെ പലതവണ ഫോണിൽ വിളിച്ചിട്ടുണ്ട്. വിളിച്ച സമയം നോക്കൂ. നിങ്ങൾ തമ്മിലുള്ള സംസാരം മുഴുവൻ നടന്നത് ഭർത്താവ് ഡ്യൂട്ടിക്ക് പോയ സമയത്താണ്. ഇതെല്ലാം കൂട്ടി വായിച്ചാൽ ഒറ്റ അർത്ഥമേ ഉള്ളൂ. ഭർത്താവ് അറിയാതെ നിങ്ങൾ പഴയ കാമുകനുമായി രഹസ്യബന്ധം തുടങ്ങിയിരിക്കുന്നു. ശരിയല്ലേ? അല്ല, അങ്ങനെയല്ല. എന്നെ വിശ്വസിക്ക്. ഞാൻ വിശ്വസിക്കില്ല. ഞാൻ ഡോക്ടറിനോട് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. എങ്കിൽ പിന്നെ ഒറ്റ സാധ്യതയുള്ളൂ. പഴയ കാര്യങ്ങൾ പറഞ്ഞ് അയാൾ നിങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്തു കാണും. നിങ്ങളിപ്പോൾ ഒരു വിക്ടിം മാത്രമാണ്. ഇവിടെ നിങ്ങൾ സഹകരിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ ഞങ്ങൾ കൈവിട്ടു പോകും. അതുകൊണ്ട് സത്യം പറയും, അയാൾ നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ ബ്ലാക്ക്മെയിൽ ചെയ്തോ? എന്താ ഉണ്ടായേ? സ്റ്റഡി ലീവായിരുന്നു. കമ്പൈൻ സ്റ്റഡിക്ക് ചെന്നപ്പോൾ അയാൾ എന്നെ മനസ്സിലായി. പിന്നെ ഷൺമു എന്ന് പറഞ്ഞ ഒരാൾ എന്നെ ഫോട്ടോ കാണിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ കിരണിനെ വിളിച്ചത്. കരയണ്ട, ഞങ്ങൾ ശത്രുക്കളല്ല. ശ്രുതി ഇപ്പോൾ ഒരു വലിയ അപകടത്തിലാണ് പെട്ടിരിക്കുന്നത്. ഞങ്ങൾ വന്നത് നിങ്ങളെ സഹായിക്കാനാണ്. ഈ ഷൺമുഖനെ കണ്ടിട്ടുണ്ടോ? ഇല്ല, ശബ്ദം മാത്രമേ കേട്ടിട്ടുള്ളൂ. ആ ഫോട്ടോസ് എന്ത് ചെയ്തു? കത്തിച്ചേർന്നു. അവൻ്റെ പേരും സിം കാർഡും ഒക്കെ ഫേക്ക് ആവാനാണ് സാധ്യത. എന്നാലും ചെക്ക് ചെയ്യണം. എന്തു പറഞ്ഞാ ഷൺമുഖൻ ബ്ലാക്ക്മെയിൽ ചെയ്ത്? 50 ലക്ഷം കൊടുത്തില്ലെങ്കിൽ ഫോട്ടോ ഭർത്താവിനെ കാണിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഉടനെ കിരണിനെ വിളിച്ചു. അയാൾ എന്തു പറഞ്ഞു? എന്ത് ചെയ്തിട്ടാണെങ്കിലും സഹായിക്കാന്ന് പറഞ്ഞു. എന്നിട്ട് ഷൺമോഹന് കൊടുക്കാൻ കിരണിന്റെ 5 ലക്ഷം രൂപയും കൊടുത്തു. അതിനുശേഷം കിരൺ നിങ്ങളെ വിളിച്ചിരുന്നോ? ഇല്ല. ഷൺമുഖനോ? ഇല്ല. ഒരിക്കൽ പോലും ഇല്ല. രൂപ കൊടുത്തിട്ട് എന്ത് സംഭവിച്ചു എന്നറിയാൻ നിങ്ങൾ ശ്രമിച്ചില്ലേ? അതറിയാൻ ഞാൻ പിന്നീട് കിരണിനെ വിളിച്ചിരുന്നു. അപ്പോൾ അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഞാൻ കരുതി അവൻ പ്രശ്നങ്ങളെല്ലാം സെറ്റിൽ ചെയ്ത് കാണുമെന്ന്. ഞാൻ ആരോടും പരാതിപ്പെട്ടിട്ടില്ല. പിന്നെ എന്തിനാ നിങ്ങൾ ഇപ്പം ഇതെന്നോട് ചോദിക്കുന്നത്? പറഞ്ഞല്ലോ, കഴിഞ്ഞ 18-ാം തീയതിക്ക് ശേഷം കിരണിനെ കാണാനില്ല. അയാൾ ഒളിവിൽ പോയതാണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. പക്ഷെ അയാളെ ആരെങ്കിലും കൊലപ്പെടുത്തിയതാവാനും സാധ്യതയുണ്ട്. കിരൺ കൊല്ലപ്പെട്ടു എന്ന് പറയാൻ ഞങ്ങളുടെ കയ്യിൽ തെളിവൊന്നുമില്ല. പക്ഷെ അങ്ങനെ ഒരു സാധ്യതയെക്കുറിച്ച് പോലീസിന് സംശയിച്ചേ പറ്റൂ. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനെ ഞങ്ങൾക്ക് സംശയിക്കേണ്ടി വരും. നോ സർ, ഡോക്ടർ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അത് ശരിയായിരിക്കാം. പക്ഷെ ഞങ്ങൾക്കൊരാളെ കുറ്റവാളി എന്ന് സംശയിക്കാൻ 3 കാര്യങ്ങൾ ഒത്തുവരണം. മോട്ടീവ്, മീൻസ്, ഓപ്പർച്യൂണിറ്റി. ഈ 3 കാര്യങ്ങൾ ഒത്തുവരുന്ന ഒരാൾ നിങ്ങളുടെ ഭർത്താവാണ്. എങ്ങനെ? പറയാം. കിരൺ നിങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു. പിറ്റേന്ന് നിങ്ങൾ അയാൾക്ക് പണം കൊടുക്കുന്നു. ആ കാര്യം നിങ്ങൾ ഭർത്താവിനോട് പറഞ്ഞിട്ടില്ല. പക്ഷെ അതേ ദിവസം ഡോക്ടർ ലീവ് എടുത്തിരുന്നു. ലീവ് എടുത്ത കാര്യം ഡോക്ടർ നിങ്ങളോടും പറഞ്ഞിട്ടില്ല. ശരിയല്ലേ?
ഇത്രയൊക്കെ ഒത്തുവന്ന ശേഷം ഒരു കൊലപാതകം നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭർത്താവിന് അതിൽ പങ്കില്ലെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പോലീസിന് ബുദ്ധിമുട്ടുണ്ട്.